പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രാജഗോപാലൻ പറഞ്ഞതുപോലെ സമരം ചില വഴിത്തിരിവുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പ്രധാനമായിട്ടും ആ വിഷയത്തിൻ്റെ തലക്കെട്ട് തന്നെ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രഭാതഭീതി എന്നായിരുന്നു. കർഷക സമരത്തെ നമ്മൾ അങ്ങനെയാണ് നോക്കിക്കാണാൻ ശ്രമിച്ചത്. ഇന്നും ആ വിഷയത്തെ തന്നെ മറ്റൊരു തരത്തിൽ പ്രതിപാദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഈ സമരം യഥാർത്ഥത്തിൽ അടിച്ചമർത്തേണ്ടത് ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെയും ഭരണവർഗങ്ങളുടെയും അതിജീവനത്തിന് തന്നെ, നിലനിൽപ്പിന് തന്നെ അനിവാര്യമായി മാറിയിരിക്കുകയാണ്. കാരണം ഈ സമരത്തിൻ്റെ സ്വഭാവം കൂടുതൽ രാഷ്ട്രീയ സ്വഭാവമുള്ളതായി. കാരണം അതിന് മുന്നോട്ട് വയ്ക്കുന്ന ഡിമാൻഡുകൾ, അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം കൂടുതൽ ശക്തമായി മുന്നോട്ട് വരാൻ പോവുകയാണ്. അതാണ് നമ്മൾ ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങളിലൊക്കെ കാണുന്നത്. കാരണം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് തന്നെ നമുക്കറിയാം, ബ്രിട്ടീഷുകാര് അടക്കി ഭരിച്ചിരുന്നപ്പോൾ അവര് ജാതിപരവും മതപരവുമായ വികാരങ്ങളെ ചൂഷണം ചെയ്ത് ജനങ്ങളെ ഭിന്നിപ്പിച്ച് അവരുടെ ശക്തിയെ ക്ഷയിപ്പിച്ചുകൊണ്ടാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. അതുപോലെ ഒരു മാർഗത്തിലൂടെ തന്നെയാണ് നരേന്ദ്രമോദിയും അധികാരത്തിൽ വന്നത്. നരേന്ദ്രമോദിക്ക് ജനങ്ങൾ ഏതെങ്കിലും വിധത്തിൽ അവരുടെ രാഷ്ട്രീയ ശക്തി പ്രകടിപ്പിക്കുന്നു എന്ന് വന്നാൽ അവർക്ക് അതിനെ ചെറുക്കാൻ പ്രയാസമാണ് വാസ്തവത്തിൽ. മറിച്ച് ജാതി മത വികാരങ്ങളുടെ ദൗർബല്യങ്ങൾക്ക് അടിപ്പെടുകയാണെങ്കിൽ അവർക്ക് സന്തോഷമാണ്. ഇവിടെ ഈ ഒരു മാറ്റമാണ് ഇപ്പൊ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്നത്. ആ ഒരു എപ്പോഴും ഫാസിസം എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. അത് വൈകാരികമായിട്ട് ജനങ്ങളുടെ ദൗർബല്യത്തെ ആശ്രയിച്ചും അതിനെ പിടികൂടിയും കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിനെതിരായി ജനങ്ങൾ അവരുടെ സംഘശക്തിയെയും അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധതയെയും ഒക്കെ പ്രകാശിപ്പിക്കുന്നു എന്ന് വരുമ്പോൾ നിശ്ചയമായും ഭരണവർഗങ്ങൾ വളരെയധികം അങ്കലാപ്പിലാവും. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഈ സമരം നമുക്കറിയാം, അത് ഇപ്പൊ ഇന്ത്യയെ മൊത്തത്തിൽ തന്നെയും കോർപ്പറേറ്റുകൾക്ക് അടിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ്. ആ നിലയിൽ ഇതിന് ഇന്ത്യയുടേതല്ലാത്ത മാനങ്ങൾ കൂടിയുണ്ട്. ആഗോള സാമ്രാജ്യത്വത്തിന് കഴിഞ്ഞ ദിവസം നമ്മളത് ചർച്ച ചെയ്തതാണ്. ആഗോള സാമ്രാജ്യത്വ മൂലധന ശക്തികൾക്കെതിരായി ഉള്ള സമരം കൂടിയാണ്. ആ നിലയിൽ ഇതിന് ഈ കർഷക നിയമങ്ങൾ പിൻവലിക്കണമെന്ന് പറയുമ്പോൾ അത് കോർപ്പറേറ്റുകൾക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഒന്നാകെ കീഴടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഗവൺമെന്റിന്റെ പരിശ്രമത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഇതിനെ ഒരു ആഗോള പശ്ചാത്തലത്തിൽ കൂടി നമ്മൾ കാണേണ്ടത്. കാരണം ഈ കർഷക സമരത്തിന്റെ രാഷ്ട്രീയം എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് പഴയ ദേശീയ സമരങ്ങളുടെ സ്വഭാവത്തിൽ ഒതുക്കി നിർത്താൻ കഴിയുകയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇതേ സാഹചര്യം തന്നെയാണ് ചമ്പാരനിൽ നിന്ന് ഗാന്ധി സമരം തുടങ്ങിയപ്പോഴുണ്ടായിരുന്നത്. ചമ്പാരനിലെ കൃഷിക്കാരുടെ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയിരുന്നു. എന്ത് കൃഷി ചെയ്യണം, എങ്ങനെ കൃഷി ചെയ്യണം, എന്ത് വിലയ്ക്ക് വിൽക്കണം, ഈ മാതിരിയുള്ള എല്ലാ സ്വാതന്ത്ര്യത്തെയും അടിച്ചമർത്തിയിരുന്ന ഒരു ഘട്ടത്തിലാണ് ഗാന്ധി കർഷകരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം ഏറ്റെടുത്തത്. പക്ഷേ അന്ന് നമുക്കറിയാം, അന്നത്തെ സമരത്തിന്റെ സ്വഭാവം അത് വികസിച്ചത് ആദ്യഘട്ടത്തിൽ അത് കോൺഗ്രസ് തന്നെ അതിനകത്ത് ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് വികസിച്ചത് ദേശീയ വിമോചന പ്രസ്ഥാനമായിട്ടാണ് വികസിച്ചത്. എന്നാൽ ഇന്ന് എങ്ങനെയാണ് അത് വികസിക്കാൻ പോകുന്നത്? ഇതിന്റെ രാഷ്ട്രീയം, കർഷക സമരവും അതിന്റെ രാഷ്ട്രീയവും എന്ന വിഷയം ആണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വഴിയിലേക്ക് തിരിയുന്നത്. നമ്മുടെ വിഷയം അതായതുകൊണ്ടാണ്. അപ്പൊ അതിന്റെ രാഷ്ട്രീയം നിശ്ചയമായിട്ടും ഒരു ദേശീയ വിമോചനത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് പോകാൻ കഴിയുകയില്ല.
കാരണം ഇനി ആഗോളവൽക്കരിക്കപ്പെട്ട് മൂലധനം ആഗോളവൽക്കരിക്കപ്പെട്ട് കഴിയുകയും ലോകം എല്ലാ വിധത്തിലും പരസ്പരം ബന്ധത്തിലും മൂലധന ബന്ധങ്ങളിലും അധ്വാന ബന്ധങ്ങളിലും എല്ലാം ഏകീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്ന ഒരു കാലത്ത് ഒരു ദേശീയത തിരിച്ചു പിടിക്കാനൊന്നും കഴിയുകയില്ല. കാരണം മൂലധനത്തെ തന്നെ ദേശീയ മൂലധനമാക്കി തിരികെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരിക്കലും സാധിക്കുന്ന ഒരു കാര്യമില്ല. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇന്നത്തെ ഈ സമരം ആഗോളവൽക്കരണത്തിനെതിരാണോ എന്ന് തോന്നും നമുക്ക്. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. ആഗോളവൽക്കരണത്തിനെതിരാണ് ഒരു സമരമെങ്കിൽ, ആ സമരത്തിന്റെ രാഷ്ട്രീയമെങ്കിൽ, അത് ആഗോളവൽക്കരണത്തിനെതിരായിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകാൻ പോകുന്നത്? പഴയ രീതിയിലേക്ക് മടങ്ങാൻ കഴിയില്ല. അപ്പോൾ വാസ്തവത്തിൽ ഈ സമരം വ്യത്യസ്തമായ ഒരു ബദൽ ആഗോളവൽക്കരണത്തിന് വേണ്ടിയുള്ള സമരമാണ് എന്ന് പറയേണ്ടി വരും. അതിനെ ഒരു ആൾട്ടർ ഗ്ലോബലൈസേഷൻ സ്ട്രഗിൾ. ഈ സമരത്തിന്റെ അടിസ്ഥാന രാഷ്ട്രീയം അതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു ബദൽ ആഗോളവൽക്കരണത്തിന് വേണ്ടി കോർപ്പറേറ്റുകളിൽ നേതൃത്വം കൊടുക്കുന്ന ആഗോള മൂലധനം പ്രകൃതിയെയും മനുഷ്യനെയും ഒന്നാകെ ചൂഷണം ചെയ്യുന്ന സമ്പ്രദായത്തിനെതിരായിട്ട് ഈ ഭൂമിയെ ഒന്നാകെ തന്നെ കണ്ടുകൊണ്ട് അതിനെ മുഴുവൻ ആ മൂലധന സാമ്രാജ്യാധിപത്യത്തെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ്. അപ്പോൾ അത് ആഗോളതലത്തിൽ തന്നെ വളരെയധികം പ്രസക്തിയുള്ള ഒരു സമരമാണ്. ഇതിൻ്റെ ഈ സമരത്തിന് ഇത്തരത്തിൽ സമരം വികസിക്കണമെങ്കിൽ വാസ്തവം സ്മരിക്കുന്നതിന് നമ്മൾ പഴയ രാഷ്ട്രമീമാംസയുടെ ഗണങ്ങൾ കഴിഞ്ഞ ദിവസം ഞാനത് വിശദീകരിക്കുകയുണ്ടായി വേറൊരു സന്ദർഭത്തിൽ. അത് ആ തരത്തിൽ അത് പരിശോധിച്ചാൽ നമുക്ക് എത്താൻ കഴിയുകയില്ല. കാരണം ദേശീയ വിമോചന പ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ അന്ന് ഈ ദേശീയ വിമോചന പ്രസ്ഥാനങ്ങൾക്കൊപ്പം ആ കാലത്ത് ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ പരികല്പനകൾ, അവരുടെ രാഷ്ട്രീയ സങ്കല്പങ്ങൾ, ഇതൊന്നും നമുക്കിന്ന് പ്രയോഗിക്കാൻ കഴിയുകയില്ല. അതൊന്നും വെച്ചുകൊണ്ട് നമുക്ക് ഇതിനെ വിലയിരുത്താൻ കഴിയുകയില്ല എന്നാണ് ഞാൻ പറയുന്നതിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് ഇതിനെ നമുക്കൊരു ഞാൻ ആൾട്ടർ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ അത് ഒരർത്ഥത്തിൽ തൊഴിലാളി വർഗത്തിന് രാജ്യമില്ല എന്നാണ് മാർക്സ് പറഞ്ഞിരുന്നത്. ഏതെങ്കിലും ഒരു രാജ്യത്തെ അല്ല. കാരണം ദേശീയ വിമോചന പ്രസ്ഥാനത്തിനും അപ്പുറത്താണ് തൊഴിലാളി വർഗം. അങ്ങനെ നോക്കുമ്പോൾ ഇത് ഒരു പുതിയ തൊഴിലാളി വർഗ വിപ്ലവ രാഷ്ട്രീയത്തിന്റെ തന്നെ വരവാണ്. അതിന് പഴയ ഇപ്പൊ പരാജയപ്പെട്ട രാഷ്ട്രീയത്തിന്റെ ഒന്നും ആവർത്തനമായിട്ടല്ല അത് വരുന്നത്, ഉയർന്ന രൂപത്തിലാണ്. തൊഴിലാളിക്ക് നഷ്ടപ്പെടുവാനൊന്നുമില്ല, നേടാൻ ഒരു ലോകം, ഒറ്റ ലോകമാണ് അത് എന്ന മട്ടിൽ ആ ഒരു ഉയർന്ന രൂപത്തിൽ മാർക്സ് പറഞ്ഞത് ലോകത്തിലെ അടിച്ചമർത്തപ്പെടുന്ന, ചൂഷണം ചെയ്യപ്പെടുന്ന, അധ്വാനിക്കുന്ന ജനങ്ങളുടെ ഒരു പുതിയ രാഷ്ട്രീയത്തിലൂടെ അത് സാക്ഷാത്കരിക്കാൻ ഉള്ള ശ്രമമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സ്വഭാവം അതാണ്. കാരണം ഞാൻ ഈ നമ്മുടെ കർഷക സമരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രഭാത ഭേരി എന്ന് സൂചിപ്പിച്ചപ്പോൾ തന്നെ ഇതിനെ ഒരു പൊളിറ്റിക്കൽ ഈവന്റ് എന്ന മട്ടിലാണ്. എന്നുവെച്ചാൽ പഴയതിന്റെ ആവർത്തനമല്ല. നമ്മൾ ഈവന്റ് എന്ന് പറയുന്ന ആ ഒരു തത്വശാസ്ത്രപരമായ ഒരു പരികല്പന വെച്ച് നോക്കുമ്പോൾ ഈ സംഭവങ്ങളെല്ലാം ആവർത്തിക്കുന്ന സംഭവങ്ങളുടെ മറ്റൊരാവർത്തനമല്ല. ഇനി വരാനിരിക്കുന്ന ആവർത്തനങ്ങളുടെ ഒരു പുതിയ അടിസ്ഥാനമായിട്ടാണ് നിൽക്കുന്നതിനെയാണ് നമ്മൾ ഈവന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ തരത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചും ഒരു ഈവന്റാണ്. ഇനി വരാനിരിക്കുന്ന നാളത്തെ സമരങ്ങളുടെ ഒരു തുടക്കമാണ് എന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണ്. പഴയ പരികല്പനകൾ കൊണ്ട് വിശദീകരിക്കാൻ കഴിയാത്തതാണ്. ഇവിടെ നമ്മൾ അതിൻ്റെ രാഷ്ട്രീയ മാനങ്ങളിലേക്ക് കടക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ഈ പുതിയ രാഷ്ട്രീയത്തിന്റെ ഒരു ജീനിയോളജി നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഈ പുതിയ രാഷ്ട്രീയത്തിന്റെ ജീനിയോളജി ഞാൻ ഉദ്ദേശിക്കുന്നത് യൂറോപ്യൻ അല്ലെ പാശ്ചാത്യ ലിബറൽ ഡെമോക്രസിയുടെ പാരമ്പര്യം, അതിനെ എതിർത്തുകൊണ്ടുവന്ന വിപ്ലവ രാഷ്ട്രീയത്തിന്റെ പാരമ്പര്യം,
സ്റ്റാലിനിസത്തിലും അതുപോലെയുള്ള എല്ലാ സമഗ്രാധിപത്യത്തിലും കലാശിച്ച വിപ്ലവ രാഷ്ട്രീയത്തിന്റെ പാരമ്പര്യം. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിന് ഒരർത്ഥത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നിലനിന്ന ശീതയുദ്ധത്തിന്റെ പടിഞ്ഞാറും ഈ ഇരുമ്പ് മറയ്ക്കുള്ളിലെ റഷ്യയും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള ഒരു സംഘർഷത്തിന്റെ ദീർഘകാലം അന്ന് രണ്ട് രാഷ്ട്രീയ വീക്ഷണങ്ങളിലാണ് ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നത് ലോകം. കാരണം ശരിയും തെറ്റുമായിട്ട് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ശരിതെറ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ട് വിരുദ്ധ സങ്കല്പങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷമാണ്. അങ്ങനെയാണ് അന്ന് രാഷ്ട്രീയത്തെ വിലയിരുത്തിയിരുന്നത്. എന്നാൽ ഇതിന് മധ്യത്തിലൂടെ, ഈ ശീതയുദ്ധത്തിന്റെ മധ്യത്തിലൂടെ മറ്റൊരു രാഷ്ട്രീയം കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ പകുതിക്ക് ശേഷം തന്നെ വളർന്നു വരികയുണ്ടായി, രൂപപ്പെട്ടു വരികയുണ്ടായി. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ഏതാണ്ട് 60കളോടുകൂടി, അതിനു മുമ്പ് തന്നെ ഈസ്റ്റ് യൂറോപ്പിലും മറ്റും തൊഴിലാളി വർഗ കലാപങ്ങൾ സ്റ്റാലിന്റെ കാലത്ത് അടിച്ചമർത്തപ്പെടുകയും പുറത്ത് വാർത്ത വരാതിരിക്കുകയും ചെയ്യുന്ന നിരവധി പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതാണ് ബെർട്ടോൾട്ട് ബ്രെട്ടിന്റെ ഒരു കവിതയിൽ തന്നെ അങ്ങനെ ഒരു സമരത്തെ കുറിച്ച് ബ്രെട്ട് ഒരു കവിതയിൽ പറയുന്നുണ്ട്. അതാണ് അപ്പോ അവിടെ ഈ ജർമ്മനിയിൽ തൊഴിലാളി വർഗം വന്ന് വലിയൊരു സമരം പ്രഖ്യാപിച്ചു. ആ സമരത്തിൽ നിരവധി പേർ അടിച്ചമർത്തപ്പെടുകയും നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തു. അന്ന് ലോകത്ത് വലിയ വാർത്തയൊന്നും ആയില്ല. പക്ഷെ ബ്രെട്ട് അതിനെ കുറിച്ച് പറയുന്നുണ്ട്, അന്ന് പാർട്ടി പറഞ്ഞു പാർട്ടിയാണ് ശരി, ജനങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ബ്രെട്ട് പറഞ്ഞത്, അതുകൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ തെറ്റായ ജനതയെ പിരിച്ചുവിട്ട് നമുക്ക് ശരിയായ ഒരു ജനതയെ തെരഞ്ഞെടുക്കാം എന്ന് ബ്രെട്ട് പറഞ്ഞു. അപ്പൊ ഇതിലൊക്കെ ഈ ബ്രെട്ടിയൻ പ്രസ്താവത്തിനകത്തൊരു പുതിയ രാഷ്ട്രീയമുണ്ട്. ആ പാർട്ടിയെ പരിഹസിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയം. ഈ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ 60കളുടെ, കഴിഞ്ഞ നൂറ്റാണ്ടിലെ 60കളുടെ തുടക്കത്തോടുകൂടി തന്നെ ലോകമെമ്പാടും ഉയർന്നു വരുന്നുണ്ട്. പക്ഷെ അതിനെ രാഷ്ട്രീയമായിട്ട് വേണ്ട രീതിയിൽ വിലയിരുത്തപ്പെട്ടിട്ടില്ല. അത്തരം സമരങ്ങളുടെ ചരിത്രം ഇനിയും എഴുതപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. നവരാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ന്യൂ ലെഫ്റ്റ്, നവീന ഇടതുപക്ഷം എന്ന് പറഞ്ഞുകൊണ്ടൊരു പൊതുവെ ഔദ്യോഗിക ഇടതുപക്ഷം പൊതുവെ ഒരു പരിഹാസ പേരിൽ അതിനെ തള്ളി മാറ്റാനാണ് എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. കാരണം അതിനകത്ത് നോക്കുമ്പോൾ സൈദ്ധാന്തികമായിട്ട് കൃത്യം പാർട്ടിയിൽ അതിനനുസരിക്കുന്ന മാർക്സിസ്റ്റുകളൊന്നുമില്ല. ആ നിലയ്ക്ക് അതിനെ ഇടതുപക്ഷം എന്നൊന്നും പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു പ്രസ്ഥാനം ലോകം മുഴുവനും പല രൂപങ്ങളിലാണ് അത് വന്നത്. എന്നുവെച്ചാൽ ഈ പടിഞ്ഞാറൻ സിവിൽ സൊസൈറ്റിയുടെ രാഷ്ട്രീയം, അതാണ് മാന്യ പൗരസമൂഹത്തിന്റെ രാഷ്ട്രീയം. അതുപോലെ വളരെയധികം പ്രതിനിധാനാത്മകമായി മാത്രം ജനങ്ങൾക്ക് പ്രത്യക്ഷപ്പെടാൻ കഴിയുന്ന രാഷ്ട്രീയം. ഇതിനെല്ലാം എതിരായിട്ടുള്ള മനോഭാവം വളരെ ശക്തമായി. എന്നാൽ ഇതിന് പകരം വെക്കുന്ന സ്റ്റാലിനിസം ആകട്ടെ, അല്ലെങ്കിൽ പകരം വെക്കുന്ന സോവിയറ്റ് മാർക്സിസം ആകട്ടെ, ഇതിനെ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനേക്കാളും കൂടുതൽ അപകടങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് രണ്ടിനും മധ്യത്തിലൂടെയാണ് ഈ പുതിയ രാഷ്ട്രീയം ഉയർന്നു വന്നത്. ആ പുതിയ രാഷ്ട്രീയത്തിന് പ്രകടമായിട്ട് പറയാവുന്ന ഒരു സൈദ്ധാന്തിക അടിത്തറയല്ല ഉണ്ടായിരുന്നത്. കൂടുതലും അത് ഇപ്പോ ഫ്രാൻസിൽ തന്നെ ഉയർന്നു വന്ന വിദ്യാർത്ഥി കലാപം, ഫ്രാൻസിലെ വിദ്യാർത്ഥി കലാപത്തെ ഏതെങ്കിലും ഒരു പ്രത്യേക തത്വശാസ്ത്രത്തിലല്ല നിർത്താൻ പറ്റുന്നത്. പക്ഷെ അതിൽ ഉയർന്നു വന്നത് എങ്ങനെയാ? ആ ഉയർന്നു വന്ന അതേ കാലത്ത് തന്നെ അമേരിക്കയിൽ അതായത് അറ്റോമിക് എനർജിക്കെതിരായി, അതുപോലെ പിന്നെ വിയറ്റ്നാം യുദ്ധത്തിനെതിരായി ഒക്കെയുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അതിനെ തുടർന്നാണ് പിന്നെ ലിബറേഷൻ തിയോളജി ഉണ്ടാകുന്നു, ദളിത് പാന്തർ പ്രസ്ഥാനം ഉണ്ടാകുന്നു, സ്ത്രീ വിമോചന പ്രസ്ഥാനം ഉണ്ടാകുന്നു. ഇതൊന്നും പരസ്പരം കൃത്യമായി ബന്ധിപ്പിക്കാൻ പറ്റുന്ന ആശയധാരയുള്ളവയല്ല. പക്ഷെ ഇതിലെല്ലാം ഞാൻ ഈ പറഞ്ഞ രണ്ട് രാഷ്ട്രീയ മാതൃകകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ലോകം ആവശ്യമാണ്. അതാണ് ഇത്തരത്തിലുള്ള വളരെ സൂക്ഷ്മ രാഷ്ട്രീയത്തിൻ്റെതായ
ഒട്ടേറെ തലങ്ങൾ അതിലൂടെ ഉയർന്നു വരുന്നുണ്ട്. അതിലൂടെയാണ് കലാകാരന്മാരും വരുന്നത്. അന്നത്തെ ബീറ്റിൽസ്, അതുപോലെ ഹിപ്പി പ്രസ്ഥാനങ്ങൾ, ഇതിനെല്ലാം നമ്മൾ അതിന്റെ ആശയങ്ങൾ വെച്ച് പരിശോധിക്കാൻ കഴിയില്ല. അതിലൂടെ പ്രകടമാകുന്ന പുതിയ ലോകത്തേക്ക്, പുതിയ അനുഭവങ്ങളിലേക്ക് ഒക്കെ കാൽവെക്കാൻ വേണ്ടി കുതിക്കുന്ന മനുഷ്യരുടെ ഒരു തൃഷ്ണയുണ്ട്. അതിലൊക്കെ ഒരു രാഷ്ട്രീയ തൃഷ്ണയുണ്ട്. ആ രാഷ്ട്രീയ തൃഷ്ണ നമ്മൾ കണക്കിലെടുക്കുമ്പോഴാണ് ഇത് ഈ നവീന ഇടതുപക്ഷത്തിൽ ഒരു പുതിയ രാഷ്ട്രീയം, ഒരു നവരാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തുടക്കം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് വളരെ ശക്തമായിരുന്നു. വളരെ ഇത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും പൊതുവെ മാർക്സിസ്റ്റ് ബുദ്ധിജീവികളും അത് വേണ്ടത്ര മനസ്സിലാക്കി. കാരണം സാർത്രനെ പോലെയൊക്കെയുള്ള മാർക്സിസ്റ്റ് അല്ലാത്ത ബുദ്ധിജീവികൾ അതിന് നേതൃത്വം തന്നെ കൊടുക്കുകയുണ്ടായി. അത് മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷേ ഇത് ഏറ്റവും നന്നായി ഈ നവീന ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അങ്ങനെ നവീന ഇടതുപക്ഷം എന്ന് പറഞ്ഞ് ചുരുക്കിക്കളയാൻ കഴിയുന്ന ഒരു കാര്യമല്ലെന്നും ഇത് യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന വർഗസമരങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഒരു പുതിയ പ്രസ്ഥാനമാണെന്നും മനസ്സിലാക്കിയത് എന്താണ്? മുതലാളിത്ത ശക്തികൾ തന്നെയാണ്. മുതലാളിത്ത ശക്തികൾ അതിനെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള മാർഗങ്ങൾ, അത് പ്രധാനമായിട്ടും അവരതിന് ഉപയോഗിച്ചിട്ടുള്ളത് സാംസ്കാരികവും സാമ്പത്തികവുമായ പല പല രീതികളിൽ അതിനെ ചെറുക്കുന്നതിന് ഒരു കാരണം ഒരു പുതിയ മുതലാളിത്തം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തരത്തിൽ സൃഷ്ടിക്കുന്നത്. കാരണം പഴയ ലിബറൽ മുതലാളിത്തത്തിൻ്റെതായ ഒരു ലോകം കൊണ്ട് ഇനി ചെറുത്തു നിൽക്കാൻ കഴിയില്ല എന്ന് ബോധ്യം വന്നതുകൊണ്ടാണ് പുതിയ ഒരു മുതലാളിത്തം അവർ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. മൂലധനത്തിന്റെ ആഗോളവൽക്കരണം, അത് എന്ന് വെച്ചാൽ ഒരു മൂലധനത്തിന്റെ ആഗോളവൽക്കരണം വരുമ്പോൾ സംഭവിക്കുന്നത് പഴയ ഡിസിപ്ലിനറി സൊസൈറ്റിയുടെ ആ ഘടന കംപ്ലീറ്റും പൂർണ്ണമായിട്ടും മാറുകയാണ് ചെയ്യുന്നത്. പഴയ ഡിസിപ്ലിനറി സൊസൈറ്റി മാറിയിട്ട് അതൊരു കൺട്രോൾഡ് സൊസൈറ്റി എന്ന മട്ടിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്. നേരിട്ടുള്ള ഭരണകൂടത്തിന്റെ പിടിയിലല്ല അത് നിൽക്കുന്നത്. പരോക്ഷമായ ഒട്ടേറെ ശക്തികളുടെ, പരോക്ഷമായ ഒട്ടേറെ ഉപകരണങ്ങളുടെ ഒക്കെ ഇടപെടലുകളോടുകൂടി മനുഷ്യ ജീവിതത്തെ എങ്ങനെ നിയന്ത്രിക്കാം, പിടികൂടാം എന്ന മട്ടിലാണ് ആ ഒരു ആഗോളവൽക്കരണം പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് ഇപ്പം ഈ ഡിസിപ്ലിനറി സൊസൈറ്റിയിൽ നിന്ന് കൺട്രോൾ സൊസൈറ്റിയിലേക്കുള്ള ഒരു വിദൂര നിയന്ത്രണ സമൂഹത്തിലേക്കുള്ള മാറ്റത്തെക്കുറിച്ച് ഡെലേസും അതുപോലെ ഡിസിപ്ലിനറി സൊസൈറ്റിയെ കുറിച്ച് വിശദീകരിച്ചിട്ടുള്ള അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് അതിന്റെ മാറ്റങ്ങളെ കുറിച്ച് പറയുന്ന ഫൂക്കോയും ഒക്കെ അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇതൊക്കെ ഈ പറഞ്ഞ വിധത്തിലുള്ള പുതിയ ചെറുത്തുനിൽപ്പുകൾക്കെതിരായി രൂപപ്പെട്ട മുതലാളിത്തത്തിന്റെ പ്രതിരോധ വിദ്യകൾ എന്ന് വേണം പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ അത് പറയുകയുണ്ടായി. നമ്മൾ ഈ മുതലാളിത്തത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അത് മുതലാളിത്തത്തിന് സ്വന്തമായ ചരിത്രമില്ല. മാർക്സ് തന്നെ പറഞ്ഞതിനെ കുറിച്ച് ഞാനത് സൂചിപ്പിക്കുകയുണ്ടായി. അതെപ്പോഴും മുതലാളിത്തത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് എപ്പോഴും മുതലാളിത്തത്തിനെതിരായിട്ട്, വ്യവസ്ഥക്കെതിരായിട്ട് ജനങ്ങൾ നടത്തുന്ന ചെറുത്തുനിൽപ്പുകളുണ്ട്. ചെറുത്തുനിൽപ്പിന്റെ അധികാരം, ആ ചെറുത്തുനിൽപ്പുകളോടുള്ള പ്രതികരണമായിട്ടാണ് ഓരോ പുതിയ വഴികൾ കണ്ടെത്തുന്നത് മുതലാളിത്തം. ഈ കണ്ടെത്തുന്ന വഴികളെയാണ് നമ്മൾ മുതലാളിത്തത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത്. ഇത് ഈ വിധത്തിൽ ഞാൻ നമ്മുടെ വർത്തമാന രാഷ്ട്രീയത്തിന്റെ ആ ഒരു യാഥാർത്ഥ്യങ്ങളിലേക്ക് വരാൻ വേണ്ടി ഞാൻ ഇതിന്റെ ഒരു ജീനിയോളജി വിശദീകരിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ ആഗോളവൽക്കരണം ഇങ്ങനെ രാജ്യാതിർത്തികൾ കടന്ന് മൂലധനം വ്യാപിക്കുന്ന ആ ഒരു സമ്പ്രദായം ആഗോള തലത്തിൽ
ഒരു മൂലധന സാമ്രാജ്യം തന്നെ. കാരണം ദേശീയ ദേശരാഷ്ട്രങ്ങളുടേതായ അതിരുകൾ, അതുപോലെ അധികാരത്തിന്റെ രൂപങ്ങൾ, ഇതൊക്കെ മാറിയിട്ട് ഒരു ആഗോള തലത്തിൽ അധികാരവും സമ്പത്തും ഒരുമിച്ച് ചേരുന്ന ഒരു സാമ്രാജ്യ വ്യവസ്ഥയായി. ഇത് പഴയ സാമ്രാജ്യത്വമല്ല. പഴയ സാമ്രാജ്യത്വം എന്ന് പറയുന്നത് നമുക്കറിയാം, പഴയ യൂറോപ്യൻ രാജ്യങ്ങൾ, അവയും ദേശരാഷ്ട്രങ്ങൾ തന്നെയാണ്. അവ പരസ്പരം മത്സരിക്കുകയാണ്. ലോകത്തെ പിടിച്ചെടുക്കാൻ വേണ്ടി പരസ്പരം മത്സരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് അങ്ങനെയല്ല. ലോകത്തെ പിടിച്ചെടുക്കാൻ വേണ്ടി പരസ്പരം മത്സരിക്കുന്നില്ല. ആഗോള മൂലധന ശക്തികൾ മുതലാളിത്തം ഒരൊറ്റ ശക്തിയായി മാറിക്കൊണ്ടാണ് ലോകത്തെ കീഴടക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനെതിരായി അതായത് സോവിയറ്റ് യൂണിയനും കിഴക്കൻ യൂറോപ്പും ഒക്കെ തകർന്നതോടുകൂടി പിന്നെ ഒരു ശക്തിയും ഇല്ലാത്ത ഒരു അന്തരീക്ഷമാണ് വരുന്നത്. ഇതിനെതിരായിട്ട് സമരം ചെയ്യാനും പ്രവർത്തിക്കാനും ഒന്നും പുതിയ ലോകത്തിന്റെ സൃഷ്ടി എന്ന സങ്കല്പം തന്നെ തകർന്നുപോയി. അതാണ് അക്കാലത്ത് ചരിത്രം അവസാനിച്ചു എന്നാണ് അന്ന് വിലയിരുത്തപ്പെട്ടത്. പിന്നെ അങ്ങോട്ട് ചരിത്രമില്ല. കാരണം മുതലാളിത്തത്തിൽ ലോകം എത്തിച്ചേരുക എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള ചരിത്ര പുരോഗതിയുടെ ലക്ഷ്യം എന്ന മട്ടിലാണ്. എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് ലോക അവസാനം വരെ ഈ മുതലാളിത്ത വ്യവസ്ഥയായിരിക്കും. അത് പരിഷ്കരിക്കുക മാത്രമേ ചെയ്യാനുള്ളൂ. ലിബറൽ ജനാധിപത്യമാണ് ലോകത്തിലെ രാഷ്ട്രീയ രൂപത്തിന്റെ അന്ത്യം, അവസാനത്തെ ഏറ്റവും മികച്ച രൂപം. ഈ വിധത്തിലുള്ള വിശദീകരണങ്ങളാണ് അക്കാലത്ത് മുഴുവൻ വന്നത്. പക്ഷെ നമുക്കറിയാം, ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇത്തരം സിദ്ധാന്തവൽക്കരണങ്ങൾക്കെതിരായിട്ട് ഈ ജനങ്ങളുടെ ഒരു രാഷ്ട്രീയമായ സർഗാത്മകതയുണ്ടല്ലോ. രാഷ്ട്രീയമായ ജനങ്ങളുടെ ലോകത്തോടുള്ള ഒരു പ്രവർത്തനപരമായ ഇടപെടൽ എന്ന് പറയുന്നത്, അത്തരത്തിൽ ജനങ്ങളുടെ രാഷ്ട്രീയമായ ഇടപെടലുകൾ ഇത്തരം കാഴ്ചപ്പാടുകൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ആഗോള മൂലധന സാമ്രാജ്യത്തിനെതിരായിട്ട് ലോകത്ത് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പുകൾ ഉണ്ടായി. 1990 മുതൽക്ക് നമ്മൾ ലാറ്റിൻ അമേരിക്കയിലെ സമരങ്ങളുടെ ഒരു വലിയ പരമ്പര നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ സദേൺ യൂറോപ്പിലും ലാറ്റിൻ അമേരിക്കയിലും ഒക്കെ അത്തരം സമരങ്ങളുടെ ഒരു വലിയ പരമ്പര നടക്കുകയുണ്ടായി. അവയൊക്കെ തന്നെയും ഒരുതരം തികച്ചും സോവിയറ്റ് മാതൃകയിലുള്ള മാർക്സിസത്തെ പിന്തുടരുന്നവയായിരുന്നില്ല അവയൊന്നും തന്നെ. അതാണ് സോവിയറ്റ് മാർക്സിസത്തിന്റെ പരാജയം ഉൾക്കൊള്ളുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് അവിടെയൊക്കെയും രൂപപ്പെട്ടത്. ബ്രസീലിൽ വർക്കിംഗ് ക്ലാസ് പാർട്ടി, അതുപോലെ വർക്കേഴ്സ് പാർട്ടി ബ്രസീലിൽ ഉണ്ടായത്. പക്ഷെ അതൊരു സ്റ്റാലിനിസ്റ്റ് രീതിയിലുള്ള മാർക്സിസം ആയിരുന്നില്ല ബ്രസീലിലെ വർക്കേഴ്സ് പാർട്ടി. ബൊളീവിയൻ മൂവ്മെന്റ് ഫോർ സോഷ്യലിസം എന്നൊന്നുണ്ടായി. അതുപോലെ ഇക്വഡോറിലും വെനസ്വേലയിലും അർജന്റീനയിലും ഉറുഗ്വേയിലും എല്ലാം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെല്ലാം അന്ന് നിലനിന്നിരുന്ന സ്വേച്ഛാധിപത്യത്തിനൊക്കെ എതിരായിട്ട് ജനകീയ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും തൊഴിലാളികളും കർഷകരും പങ്കെടുക്കുന്ന പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരികയുണ്ടായി. യൂറോപ്പിലെ സദേൺ യൂറോപ്പിൽ, സ്പെയിനിലും ഗ്രീസിലും ഒക്കെ M15 മൂവ്മെന്റ് എന്നൊക്കെ പറയുന്ന വിധത്തിലുള്ള പ്രസ്ഥാനം. ഇതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ തരത്തിൽ ഈ മുതലാളിത്ത ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും അതിന്റെ രാഷ്ട്രീയത്തിനും എതിരായിട്ടുള്ള വികാസത്തിന്റെ പല ഘട്ടങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ സമരങ്ങളുടെ സ്വഭാവം അതാണ്. ഇത് കഴിഞ്ഞിട്ടാണ് 2008 ആകുമ്പോൾ, 21ാം നൂറ്റാണ്ടിലാകുമ്പോൾ, 2008 പ്രത്യേകിച്ചും അന്നത്തെ സാമ്പത്തിക പ്രതിസന്ധി, എക്കണോമിക് ക്രൈസിസ് ഉണ്ടാകുന്ന ഒരു കാലമാണ് 2007-2008 കാലം. ഇക്കാലത്ത് നമുക്കറിയാം ഒരു വലിയ ജനകീയ മുന്നേറ്റം. അത് പഴയ രൂപങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു മുന്നേറ്റമുണ്ട്. അത് പ്രത്യേകിച്ചും അതിൻ്റെ സമരരൂപങ്ങൾ, അതിൻ്റെ മുദ്രാവാക്യങ്ങൾ, അതിൻ്റെ പ്രകടന രൂപങ്ങൾ, ഇതെല്ലാം പഴയ തരത്തിലുള്ള ട്രേഡ് യൂണിയൻ സമരങ്ങളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കേന്ദ്രീകൃതമായ ഒരു പാർട്ടി ഒരു സ്ട്രാറ്റജി വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജനങ്ങളിൽ പ്രവർത്തിക്കുന്ന
പഴയ ശൈലി ഉണ്ടല്ലോ, ആ ശൈലികളെ മുഴുവൻ മാറ്റിക്കൊണ്ടാണ് മറ്റു പൗരസ്ത്യ ദേശത്ത് വടക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഒക്കെ ഒരു സമര പരമ്പര രൂപപ്പെട്ടത് നമുക്കറിയാം. അക്കാലത്ത് മുല്ലപ്പൂ വിപ്ലവം എന്ന പേരിലാണ്, ഒരു പരിഹാസ പേരിലാണ് അറിയപ്പെട്ടതെങ്കിലും നമുക്കറിയാം അത് കുറെ കാലത്തേക്ക് ചൈനയിൽ അവിടുത്തെ സോഷ്യൽ മീഡിയകളിലൊക്കെ മുല്ലപ്പൂ എന്ന് പറയുന്ന വാക്ക് പോലും നിരോധിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ അതിൽ ഉയർന്നു വന്ന ആ പുതിയ രാഷ്ട്രീയം എന്ന് പറയുന്നത് ടുണീഷ്യയിൽ നിന്നും ഈജിപ്ത്, അത് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ടാണ് അതൊക്കെ പ്രകടമാകുന്നത്. അതിൻ്റെയൊക്കെ സ്വഭാവം നമുക്ക് കാണാൻ കഴിയുന്നത്. പൊതുസ്ഥലങ്ങളിൽ ജനങ്ങൾ കുടുംബസഹിതം തമ്പടിച്ചു പാർക്കുക, എന്നുവെച്ചാൽ വീട് പൊതുസ്ഥലത്തേക്ക് മാറ്റുക. പഴയ സ്വകാര്യ ജീവിതത്തിന്റെ മേഖലയായി കരുതിയിരുന്ന വീട് പഴയ സ്വകാര്യ ജീവിതത്തിന്റെയും പൊതുജീവിതത്തിന്റെയും ഇടയിലുള്ള അതിർവരമ്പുകൾ മാറ്റിക്കൊണ്ട് പൊതുസ്ഥലത്തേക്ക് അവർ വരിക എന്നതാണ്. അതിലെല്ലാ ആളുകളും, വൃദ്ധന്മാരും കുട്ടികളും സ്ത്രീകളും ഒക്കെ അടക്കം. എന്നാൽ പൗരസമൂഹ രാഷ്ട്രീയത്തെ കുറിച്ചുള്ള ആ പഴയ സങ്കല്പം ഉണ്ടല്ലോ, സ്വകാര്യ ജീവിതം കുടുംബജീവിതം വേറെ, പൊതുസ്ഥലത്ത് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കേണ്ട പുരുഷന്മാരുടെ ലോകമാണ്, മാന്യപൗരന്മാരുടെ ലോകമാണ് പൗരസമൂഹ രാഷ്ട്രീയം. ഇത്തരത്തിൽ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ആ പഴയ ധാരണകളെ മുഴുവൻ മാറ്റിക്കൊണ്ടാണ് ഈ പ്രക്ഷോഭങ്ങൾ രൂപപ്പെടുന്നത്. അത് നമുക്കറിയാം, തിഹാർ സ്ക്വയറിലേക്ക് ഈ ഹൊസ്നി മുബാറക്കിനെ ഏതാനും ദിവസങ്ങൾ കൊണ്ടാണ് അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കിയത്. അതുപോലെ ടുണീഷ്യയിലും അതുപോലെ തന്നെയാണ്. ഇങ്ങനെ പല അപ്രതീക്ഷിതമായിട്ടുള്ള ജനങ്ങളുടെ ഇടപെടൽ രാഷ്ട്രീയ രൂപത്തിലും അതുപോലെ അവരുടെ സമരശൈലിയിലും എല്ലാം വളരെ വ്യത്യസ്തമായ ഒരു മുന്നേറ്റമാണ് അക്കാലത്ത് ഉണ്ടാകുന്നത്. കൂട്ടത്തോടെ ഈ തരത്തിൽ പൊതുസ്ഥലങ്ങളിൽ തമ്പടിച്ച് സമരം ചെയ്യുന്ന രീതി എന്നത്, ഇത് അക്കാലത്ത് ഇപ്പൊ 2011 ഇപ്പോ ഈജിപ്തിലും ടുണീഷ്യയിലും ഒക്കെ തുടങ്ങിയെങ്കിൽ പോലും അത് മധ്യപൗരസ്ത്യ ബഹ്റൈനിലും അതുപോലെ യമനിലും സിറിയയിലും ഒക്കെ അത് വ്യാപിക്കുകയുണ്ടായി. അത് പെട്ടെന്നാണ് ഒരു തിരശ്ചീന സ്വഭാവത്തോട്, ഒരു ഹൊറിസോണ്ടലായിട്ട് ലോകം മുഴുവൻ അങ്ങനെ പ്രചരിക്കാൻ തുടങ്ങുന്നത്. അത് സ്പെയിനിൽ, ഗ്രീസിൽ, എന്നിട്ട് അമേരിക്കയിൽ, വാൾ സ്ട്രീറ്റിൽ, സ്കോട്ടി പാർക്കിൽ ഒക്കെ ഈ സമരം പ്രകടമാകുന്നത് നമുക്ക് കാണാം. അതെന്തോ അത് പഴയ രൂപങ്ങളിൽ നിന്നും പഴയ തരത്തിലുള്ള നേതാവും അണികളും എന്നുള്ള വ്യത്യാസമില്ല, പഴയ സ്ട്രാറ്റജി ടാക്ടിക്സ് എന്ന തരത്തിലുള്ള വിഭജനമില്ല. ഈ വിധത്തിലൊക്കെയുള്ള ഒരു പുതിയ രാഷ്ട്രീയത്തിന്റെ രംഗപ്രവേശം, അത് അതിന്റെ പ്രത്യക്ഷ രൂപത്തിൽ മാത്രമല്ല, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയം പോലും ഈ ആഗോള മുതലാളിത്തത്തിനെതിരായിട്ട് അതിന്റെ പ്രാദേശിക ആധിപത്യം, ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ അതിന്റെ സാമന്ത രൂപങ്ങൾക്ക്, സാമ്രാജ്യമാകുമ്പോൾ സാമന്തനാണ് അതാത് സ്ഥലത്ത് ഭരണം നടത്തുന്നത്, അതിന്റെ സാമന്ത രൂപങ്ങൾക്കൊക്കെ എതിരായിട്ട് ഇങ്ങനെ ഉയർന്നു വരികയുണ്ടായി. ഇത്തരം സമരങ്ങളുടെ സ്വഭാവം ഞാൻ സൂചിപ്പിച്ചതുപോലെ അത് ഈ കൂട്ടത്തോടെ തമ്പടിച്ച് താമസിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അതിൽ പ്രധാനമായിട്ടും പഴയ രാഷ്ട്രീയത്തിൽ നിന്ന് സംഭവിക്കുന്ന മാറ്റമെന്ന് പറയുന്നത് അത് പഴയ പ്രതിനിധാനത്തെ തള്ളിക്കളയുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ലിബറൽ ഡെമോക്രസിയിലും ആയാലും മാർക്സിസ്റ്റ് സോവിയറ്റ് മാർക്സിസത്തിലായാലും ഒരു പ്രതിനിധാനം വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു റെപ്രസെന്റേഷൻ ഉണ്ട്. അപ്പൊ ഈ റെപ്രസെന്റേഷൻ എന്നതിലെ ഒരു കാപട്യം, കാരണം വോട്ട് ചെയ്ത് ജനങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ, പാർലമെന്റിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ എങ്ങും ജനങ്ങൾക്ക് ഒരു പങ്കും ഉണ്ടാവുന്നില്ല. വിപ്ലവമായപ്പോലും അങ്ങനെയാണ്. വിപ്ലവം കഴിഞ്ഞാൽ, വിജയിച്ചു കഴിഞ്ഞാൽ നേതാക്കന്മാർ ജനങ്ങളോട് പറയുന്നത് നിങ്ങൾ ഇനി വീട്ടിലേക്ക് മടങ്ങിക്കൊള്ളൂ,
വിപ്ലവകരമായി ഞങ്ങൾ ഭരിച്ചുകൊള്ളാം എന്നാണ് പറയുന്നത്. ഈ വിധത്തിലുള്ള അതാണ് പ്രതിനിധാനത്തിന്റെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. അതാണ് അത് പണ്ട് ഈ പ്രതിനിധാനം ആവിഷ്കരിച്ച റൂസോ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. കാരണം വലിയ രീതിയിലേക്ക് ജനാധിപത്യം മാറുമ്പോൾ അത് വലിയ ജനക്കൂട്ടങ്ങളെ അല്ലെങ്കിൽ വലിയ രാജ്യങ്ങളുടെ അധികാരം പാർലമെന്റിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ വരുന്ന ആ പ്രതിസന്ധി റൂസോ നേരിട്ടുള്ള. അതുകൊണ്ടാണ് അദ്ദേഹം ജനറൽ വിൽ എന്നൊരു പരികല്പന തന്നെ കൊണ്ടുവന്നത്. ജനറൽ വില്ലാണ്, ആളുകളുടെ എല്ലാവരുടെയും ചേർന്നിട്ടുള്ള ഒരു ഇച്ഛയാണ്. ആളുകളുടെ എല്ലാവരുടെയും ഇച്ഛ ആയതുകൊണ്ട് ആരുടെയും ഇച്ഛയല്ല അത് എന്ന് റൂസോ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആരുടെയും ഇച്ഛയല്ലാത്ത ഒരു കാര്യമാണ് അത്. പിന്നെ ആരുടെ ഇച്ഛയാവും? നേതാവിന്റെ ഇച്ഛയാവും, നേതാക്കന്മാരുടെ ഇച്ഛയാവും. നമുക്കറിയാം, ഇപ്പൊ പാർലമെന്റിൽ പാസ്സാക്കിയ കർഷക നിയമം ഈ ജനങ്ങളുടെ ഇച്ഛയല്ല, കർഷകരുടെ ഇച്ഛയല്ല, അത് നേതാക്കന്മാരുടെ ഇച്ഛയാണ്. ഇതിനെ ഡെലേസിനെ പോലുള്ള ചിന്തകന്മാർ ഇതിനെ ഈ ഒരു പ്രതിഭാസത്തെ കുറിച്ച് പറയുന്നത് ഡിസ്ജങ്ക്റ്റീവ് സിന്തസിസ് എന്നാണ്. അതായത് ഇതൊരു ഡിസ്ജങ്ഷൻ ഉണ്ട് ഇതിൽ. കാരണം ജനങ്ങളും ഭരണകൂടവും അല്ലെങ്കിൽ ജനങ്ങളും നേതാക്കന്മാരും തമ്മിൽ ഒരു വിയോഗമുണ്ട്, ഒരു ഡിസ്ജങ്ഷൻ ഉണ്ട്. അതേസമയം ഈ പ്രസ്ഥാനം അല്ലെങ്കിൽ ഭരണകൂടം അല്ലെങ്കിൽ പാർട്ടി ഇത് ജനങ്ങളുടേതാണ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു സിന്തസിസും ഉണ്ട്, ചേർത്ത് പിടിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ ഗവൺമെന്റ് ആണെന്നാണല്ലോ പറയുന്നത്, ഞങ്ങൾ തെരഞ്ഞെടുത്താണെന്നാണ് പറയുന്നത്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഒരു വലിയ വൈപരീത്യം, ഈ വൈപരീത്യത്തെയാണ്, ഈ പ്രതിനിധാനത്തിന്റെ ആ വൈപരീത്യത്തെയാണ് യഥാർത്ഥത്തിൽ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അതായത് ഇത്തരം തമ്പടിച്ച് സമരം ചെയ്യുന്ന മൾട്ടിറ്റ്യൂഡ് സ്ട്രഗിൾസ് എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന സമരങ്ങൾ, ഇതിനെയാണ് തരണം ചെയ്യുന്നത്. ഇതിൽ അതിന്റെ മൾട്ടിറ്റ്യൂഡ് സ്ട്രഗിൾസ് വരുമ്പോൾ അതിൽ ഒരു ഹോറിസോണ്ടൽ മെക്കാനിസം ഓഫ് ഓർഗനൈസേഷൻ ആണ് വരുന്നത്. മറ്റു പഴയ ഒരു നേതാവ് വരുന്നു, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി വരുന്നു, അതിൽ നിന്ന് താഴേക്ക് അണികളെ നയിക്കുന്നു. ജനങ്ങൾ ഭരിക്കപ്പെടേണ്ടവരാണ് എന്ന ധാരണ പോലെ തന്നെ ജനങ്ങൾ നയിക്കപ്പെടേണ്ടവരാണ് എന്ന സങ്കല്പമാണ് അതിൽ പ്രവർത്തിക്കുന്നത്. ഇതിൽ ജനങ്ങൾ നയിക്കപ്പെടേണ്ടവരാണെന്ന സങ്കല്പം പാടെ മാറിപ്പോവുകയാണ്. ജനങ്ങൾ തന്നെ സ്വയം നയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന് പിന്നിൽ മാറുന്നത് എന്താണ്? ജനങ്ങൾ ഭരിക്കപ്പെടേണ്ടവരാണ് എന്ന ധാരണയും മാറുകയാണ്. ജനങ്ങൾ സ്വയം ഭരിക്കേണ്ടവരാണ് എന്ന ധാരണയാണ് വരുന്നത്. ഇതൊക്കെ പുതിയ രാഷ്ട്രീയം ഇതിലൂടെ ആവിർഭവിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമുക്ക് പഴയ ലിബറൽ രാഷ്ട്രീയം കൊണ്ടോ പഴയ മാർക്സിസ്റ്റ് അല്ലെങ്കിൽ സ്റ്റാലിനിസ്റ്റ് രാഷ്ട്രീയം കൊണ്ടോ എത്താൻ കഴിയാത്ത പ്രതിഭാസങ്ങൾ ഇതിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ആ പ്രതിനിധാനം മാറുന്നത് പോലെ തന്നെയാണ് അതിന്റെ ഓർഗനൈസേഷണൽ സംഘടനാപരമായ രൂപത്തിൽ വരുന്ന മാറ്റം. ഇതിനൊക്കെ അപ്പുറം വരുന്ന കാര്യം, ഇതിൽ ഈ സംഘടനാപരമായ കാര്യത്തിൽ തന്നെയുള്ള ഒരു വലിയ വ്യത്യാസം വരുന്നത്, ഈ എല്ലാ പഴയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഒരു പ്രവർത്തന രീതി ഉണ്ടായിരുന്നത്. ഈ പ്രസ്ഥാനങ്ങൾക്കെല്ലാം ഒരു രാഷ്ട്രീയ ലക്ഷ്യം, അതൊരു സ്ട്രാറ്റജി ഉണ്ടാവും. ആ സ്ട്രാറ്റജി എന്ന് പറയുന്നത് നേതാക്കന്മാരുടെ കയ്യിലായിരിക്കും എപ്പോഴും. കാരണം ജനങ്ങൾക്ക് ഈ സ്ട്രാറ്റജി മനസ്സിലാക്കാനുള്ള പ്രവർത്തിക്കാനുള്ള, കാരണം ദീർഘകാലത്തെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്, തന്ത്രം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഒരു അടിസ്ഥാന സമീപന രീതിയാണത് ഈ സ്ട്രാറ്റജി. പ്രത്യേകിച്ച് ടാക്ടിക്സ് ആണ്. പിന്നെ ടാക്ടിക്സ് ഇപ്പൊ ഇന്ത്യയിൽ തന്നെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ തൊഴിലാളി വർഗ സർവാധിപത്യം ലക്ഷ്യം വെക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ടാക്ടിക്സ് ആണ്. ഇങ്ങനെ വരുന്ന താൽക്കാലികമായ പ്രശ്നങ്ങളിൽ ജനങ്ങളെ നയിക്കുന്നതിനും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ദൈനംദിന പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിന് വേണ്ടിയാണ് ടാക്ടിക്സ് ഉണ്ടാകുന്നത്. ഇങ്ങനെ സ്ട്രാറ്റജിയും ടാക്ടിക്സും നിലനിർത്തിക്കൊണ്ടാണ്, ഒരു ബാലൻസ് ചെയ്തുകൊണ്ടാണ് പഴയ കാലത്ത് രാഷ്ട്രീയം, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രവർത്തിക്കുന്നതാണ്. ഇവിടെ സംഭവിക്കുന്നത് ഇത്തരം പുതിയ പ്രസ്ഥാനങ്ങളിൽ, നവരാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ സംഭവിക്കുന്നത് ഇത്തരം സ്ട്രാറ്റജിയും സ്റ്റാറ്റിക്സും തമ്മിലുള്ള ഒരു തലതിരിച്ചിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. സ്ട്രാറ്റജിയാണ് പ്രധാനമായിട്ടും നേതൃത്വം കയ്യിൽ വെച്ചിരിക്കുന്ന അവരുടെ പൊളിറ്റിക്കൽ സീക്രട്ടാണ്.
ജനങ്ങൾ ദൈനംദിന രാഷ്ട്രീയത്തിൽ അണികളായി ചേരുന്നതേയുള്ളൂ. ഇതത് മാറുകയാണ്. കാരണം ജനങ്ങൾ തന്നെയാണ് ഒരു സ്ട്രാറ്റജി ഏറ്റെടുക്കുന്നത്. ജനങ്ങൾ തന്നെയാണ് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം തീരുമാനിക്കുന്നതും പ്രയോഗത്തിൽ വരുത്താൻ ശ്രമിക്കുന്നത്. ആ സ്ട്രാറ്റജി അവരെ എടുക്കുകയാണ്. എന്നിട്ട് അതാത് സന്ദർഭത്തിൽ ആവശ്യമുള്ള നേതൃത്വത്തെ അവർ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. നേതൃത്വം ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള, ഒരു ഇൻസ്ട്രുമെന്റൽ ആയിട്ടുള്ള ഘടകമായിട്ട് മാറുകയാണ് നേതൃത്വം. അപ്പോ ജനങ്ങൾ സ്ട്രാറ്റജി ഏറ്റെടുക്കുകയും നേതാക്കന്മാർക്ക് ടാക്ടിക്സിനെ വിട്ടുകൊടുക്കുകയുമാണ് ചെയ്യുന്നത്. ഇതൊരു ഇൻവേർഷൻ ഓഫ് സ്ട്രാറ്റജി ആൻഡ് ടാക്ടിക്സ്. ഈ വിധത്തിലുള്ള തലതിരിച്ച് ഈ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൊക്കെയും സംഭവിക്കുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും നമ്മൾ ഇപ്പൊ നടക്കുന്ന കർഷക സമരത്തിൽ നമ്മൾ ആലോചിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ്. ഇന്ത്യൻ വിപ്ലവത്തെ സംബന്ധിക്കുന്ന സ്ട്രാറ്റജിയുള്ള, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ സ്ട്രാറ്റജിയുമായിട്ട് കർഷകരെ സമീപിക്കുന്നില്ല. കർഷകർക്കൊരു സ്ട്രാറ്റജിയുണ്ട്. അവരുടെ ടാക്ടിക്സിന്റെ ഫലമായിട്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ അവരുടെ കൂടെ രാഷ്ട്രീയ നേതൃത്വത്തെയും ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ സ്വന്തം നേതൃത്വം തന്നെയും ഒരു സ്ട്രാറ്റജിയല്ല ആവിഷ്കരിക്കുന്നത്. അതാത് പ്രശ്നങ്ങളിൽ, ദൈനംദിന പ്രശ്നങ്ങളിൽ നയിക്കുന്ന ഉപകരണങ്ങളായിട്ട് അവർ മാറുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ശീലിച്ച കഴിഞ്ഞ 4 നൂറ്റാണ്ടുകളിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ വരുന്ന മാറ്റമാണ്. യഥാർത്ഥത്തിൽ ഇതൊക്കെ ഈ ജനാധിപത്യത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി പല രൂപത്തിൽ അറിയപ്പെടുന്ന കേന്ദ്രീകൃത ജനാധിപത്യമെന്നോ അല്ലെങ്കിൽ ലിബറൽ ജനാധിപത്യമെന്നോ ഒക്കെ പറയുന്ന ജനാധിപത്യത്തിന്റെ, ജനങ്ങളുടെ അധികാരം, ജനാധിപത്യത്തിന്റെ സാക്ഷാത്കാരത്തിന്, അതിന്റെ അബ്സല്യൂട്ട് ഡെമോക്രസി, പൂർണ്ണ ജനാധിപത്യം എന്ന് പറയുന്നതിലേക്ക് എത്താൻ വേണ്ടി മനുഷ്യരാശി നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ. മനുഷ്യർ അങ്ങനെ പല വിധത്തിലും അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഞാൻ ഈ പറഞ്ഞ പുതിയ രാഷ്ട്രീയ ഈ മൾട്ടിറ്റ്യൂഡ് സ്ട്രഗിൾസിൽ സംഭവിക്കുന്നത്, അത് ഞാൻ വിശദീകരിക്കാൻ കാര്യം, ഇതിനെ ഒരു താൽക്കാലിക സംഭവമായിട്ടോ പഴയ രാഷ്ട്രീയ വീക്ഷണത്തിൽ നോക്കുമ്പോൾ ഇതിനെയൊക്കെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആൾക്കൂട്ടമായിട്ടൊക്കെയാണ് ആളുകൾ കാണുക. പക്ഷെ അത് മനസ്സിലാക്കാൻ പറ്റാത്തത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നമുക്ക് പഴയ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിലൊരു കർത്തൃത്വത്തിന്റെ ഉത്പാദനമുണ്ട്. ഒരു പ്രൊഡക്ഷൻ ഓഫ് സബ്ജക്റ്റിവിറ്റി നിലവിൽ വരുമ്പോഴാണ് ഒരു രാഷ്ട്രീയ ശക്തി ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാവുന്നത്. ഇപ്പൊ നമുക്കറിയാം, മുതലാളിത്ത രാഷ്ട്രീയത്തിൽ സ്വകാര്യ സ്വത്ത് അനിവാര്യമായി തീരും. സ്വകാര്യ സ്വത്തിനെ സംരക്ഷിക്കുക, അതിനെ നിലനിർത്തുക എന്നതൊക്കെ പ്രധാനമായി തീരുകയും ആ സ്വകാര്യ സ്വത്തിനെ കേന്ദ്രീകരിച്ചിട്ടാണ്, ആശ്രയിച്ചിട്ടാണ് വ്യക്തിസങ്കല്പം ഉണ്ടാകുന്നത്. സ്വകാര്യ വ്യക്തി. അപ്പൊ സ്വകാര്യ വ്യക്തി എന്ന് പറയുന്ന ഒരു കർത്തൃത്വത്തെ ആശ്രയിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ് ലിബറൽ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കറിയാമല്ലോ, ഇപ്പോ പഴയ കാലത്ത് 17ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിൽ ഒരു പ്യൂട്ട്നെ ഡിബേറ്റ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഡിബേറ്റ് ഉണ്ട്. ആ ഡിബേറ്റിൽ സ്വത്തില്ലാത്തവർക്ക് വോട്ടവകാശം കൊടുക്കാൻ പാടുണ്ടോ എന്നുള്ളതായിരുന്നു ആ ഡിബേറ്റിന്റെ അടിസ്ഥാനം. സ്വത്തില്ലാത്തവർക്ക് വോട്ടവകാശം പാടുണ്ടോ എന്നാണ്. പക്ഷെ അപ്പൊ വോട്ടവകാശത്തിന്, പൗരത്വത്തിന് സ്വത്ത് ആവശ്യമാണ് എന്നുള്ളതാണ്. കാരണം സ്വത്തുള്ളവന് മാത്രമേ സ്വാതന്ത്ര്യമുള്ളൂ എന്നുള്ളതാണ്. വോട്ട് ചെയ്യുന്നവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള, അവരുടെ ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. സ്വത്തുള്ളവന് മാത്രമേ സ്വാതന്ത്ര്യമുള്ളൂ എന്ന തരത്തിലുള്ളതാണ് അന്ന് ആ സങ്കല്പം വളർന്നു വന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ വിധത്തിൽ ഒരു ലിബറൽ സബ്ജക്റ്റിവിറ്റി, സ്വകാര്യ സ്വത്തിനെ ആസ്പദമാക്കിയ ഒരു സ്വകാര്യ വ്യക്തി കർത്തൃത്വം പഴയ രാഷ്ട്രീയത്തിൽ രൂപപ്പെട്ടിരുന്നു. ഇതിനെയൊക്കെ മറികടക്കാനാണ് മാർക്സിസ്റ്റ് രാഷ്ട്രീയത്തിൽ പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് അത് മറികടക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് വേറെ രൂപത്തിൽ പുനരാവിഷ്കരിക്കപ്പെടുകയാണ് അതിലൊക്കെ ചെയ്തത്. കാരണം വ്യക്തികൾ സ്വത്ത് ഉടമസ്ഥരാകുന്നതിന് പകരം
ഭരണകൂടം തന്നെ സ്വത്തുടമസ്ഥരായിക്കൊണ്ട് വേറൊരു ബ്യൂറോക്രാറ്റിക് സ്വത്തുടമസ്ഥന്മാരെ സൃഷ്ടിക്കുന്ന വ്യവസ്ഥിതിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇത് ഇവിടെ ഈ സംഭവിക്കുന്നത്, ഞാൻ ഈ പറഞ്ഞ ഈ പുതിയ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത്, ഈ സ്വത്തുടമസ്ഥന്മാരുടെ കർത്തൃത്വത്തിൽ നിന്ന് വ്യത്യസ്തമായ, സ്വത്തുടമസ്ഥന്മാരുടെ കർത്തൃത്വം എപ്പോഴും പരസ്പരം വർജിക്കുന്നതാണ്, അകറ്റുന്നതാണ്, ഒരു ബിക്കമിങ്ങിനെ റെസിസ്റ്റ് ചെയ്യുന്നതാണ് എപ്പോഴും. മറ്റുള്ള പരസ്പരം വെറുപ്പും അകൽച്ചയും സ്വാർത്ഥതയിൽ അധിഷ്ഠിതമാണ് കാരണം സ്വാർത്ഥതയാണ്, സ്നേഹമല്ല, സ്വാർത്ഥതയാണ് അതിന്റെ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്നത്. ഇപ്പൊ സ്വാർത്ഥത എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഒരു നൈതികാശയം മാത്രമല്ല, അതൊരു വ്യവസ്ഥയുടെ അടിസ്ഥാനാശയമായിട്ടാണ് സ്വാർത്ഥത പ്രവർത്തിക്കുന്നത്. മുതലാളിത്ത വ്യവസ്ഥയുടെ അടിസ്ഥാനമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ആ തരത്തിലുള്ള കർത്തൃത്വത്തെ മാറി ഈ ലോകത്ത് ഈ പുതിയ രാഷ്ട്രീയം ആവിർഭവിക്കുമ്പോൾ ഒരു പുതിയ കർത്തൃത്വത്തിന്റെ സാധ്യത, പ്രൊഡക്ഷൻ ഓഫ് എ ന്യൂ സോഷ്യൽ സബ്ജക്റ്റിവിറ്റി, അത് സാധ്യമാവുകയാണ്. അതിന്റെ സാധ്യത തുറക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഭരണകൂടത്തെയും പ്രതിനിധാനത്തെയും ഇവർ ഉപേക്ഷിച്ചു, ഇവർ തള്ളിക്കളയുമ്പോൾ പിന്നെ പരസ്പര ബന്ധത്തിലൂടെ മാത്രമേ നിലനിൽക്കാൻ കഴിയുള്ളൂ. പരസ്പരം വെറുക്കുന്നതിലല്ല, പരസ്പരം ആലിംഗനം ചെയ്യുന്നതിൽ, പരസ്പരം സ്നേഹിക്കുന്നതിൽ, പരസ്പരം പകരുന്നതിലൂടെയുള്ള ഒരു രാഷ്ട്രീയ ശക്തി, അതിനെയാണ് നമ്മൾ ബദൽ രാഷ്ട്രീയ ശക്തി എന്ന് പറയുന്നത്. മനുഷ്യ ബന്ധങ്ങളിലൂടെ ഉണ്ടാകുന്ന രാഷ്ട്രീയ ശക്തി. ഭരണകൂടം കൊടുക്കുന്നതല്ല, ഭരണകൂടം മുകളിൽ നിന്ന് ഭരണകൂടവും അതുപോലെ തന്നെ ഭരണകൂട സ്വഭാവമുള്ള സ്ഥാപനങ്ങൾ, അതെല്ലാം വേറെ സ്റ്റേറ്റിസ്റ്റ് പവറാണത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ അധികാരത്തിന്റെ ഒരു കർത്തൃത്വം രൂപപ്പെടുന്നു എന്നുള്ളതാണ്. അതുപോലെ അതിൽ ഈ മാറ്റങ്ങളൊക്കെ അതിന്റെ രാഷ്ട്രീയ തലത്തിൽ സംഭവിക്കുമ്പോൾ തന്നെ ഈ സമരങ്ങളുടെ എല്ലാം ആഴത്തിൽ സംഭവിക്കുക ഒരു പുതിയ സർവസ്വ സങ്കല്പമാണ്, അഥവാ ഒരു സാർവജനീന സങ്കല്പം അതിൽ വരുന്നുണ്ട്. അവിടെയാണ് നമ്മൾ പഴയ സ്വകാര്യ സ്വത്തിനെതിരായിട്ട് സോഷ്യലിസ്റ്റ് സമൂഹത്തിൽ പൊതുസ്വത്ത്, അപ്പൊ സ്വകാര്യ സ്വത്ത് പൊതുസ്വത്ത് എന്ന് പറയുന്ന ഡൈക്കോട്ടമി, ഇത് മറികടക്കുന്നു എന്നിടത്താണ് ഒരു കോമണിലേക്ക് വരുന്നു, ഒരു സർവസ്വത്തിലേക്ക്. എന്ന് പറഞ്ഞാൽ കാറ്റും വെയിലും മഴയും നിലാവും പ്രകൃതിയും ഒക്കെ എങ്ങനെയാണോ അതുപോലെ നമ്മൾ മനുഷ്യനുണ്ടാക്കുന്ന ഭാഷയും സംഗീതവും ഒക്കെ പോലെ എല്ലാവർക്കും അവകാശപ്പെട്ടത്, ആരുടേതാണെന്ന് പതിച്ചെടുക്കാൻ പറ്റാത്തത്, എന്റേതാണെന്ന് മുദ്രകുത്തി സ്വകാര്യമാക്കി വെക്കാൻ കഴിയാത്തത്, ഒരു ലോകത്തെക്കുറിച്ചുള്ള ഒരു ദർശനമല്ല, ആ ലോകത്തെക്കുറിച്ചുള്ള ഒരു പ്രായോഗിക സങ്കല്പം, ഒരു യാഥാർത്ഥ്യം ഇതിലൊക്കെ വന്നുപെടുന്നു എന്നുള്ളതാണ്. കാരണം അതിൽ സ്വകാര്യ സ്വത്തിന്റെ സ്വാർത്ഥത്തിന്റെ അടിസ്ഥാനത്തിലല്ല ആ പ്രവർത്തനം സംഭവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ആ രാഷ്ട്രീയം പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു സാർവജനീനതയിലേക്ക് ജീവിതത്തെ തുറക്കുന്ന ഒരു രാഷ്ട്രീയം ആവിർഭവിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇത്തരത്തിൽ ഞാൻ ഈ 2011 ആവിർഭവിച്ച ഈ മൂവ്മെന്റ്സിനെ കുറിച്ച്, ഹോറിസോണ്ടലായിട്ട് ലോകത്തൊക്കെ വ്യാപിച്ച ഈ മൂവ്മെന്റ്സിനെ കുറിച്ച് പറയുമ്പോൾ അതൊക്കെ പല വിധത്തിലും അതിൻ്റെയൊക്കെ എന്താണ് അങ്ങനെ പരാജയപ്പെട്ടത്, വർഗീയ ശക്തികൾ അതിനെ കീഴടക്കിയിട്ടുണ്ട്, അത് വളരെ പ്രതിലോമകരമായ രീതിയിലേക്ക് പിന്നീട് വഴിതിരിയുകയുണ്ടായിട്ടുണ്ട് എന്നൊക്കെയുള്ളത് വാസ്തവമാണ്. കാരണം അതിനെയൊക്കെയും ഇത്തരം മൂവ്മെന്റ്സിനെയാണ് മുതലാളിത്തം, പിന്നീട് ആഗോള മുതലാളിത്തം, അതിനുശേഷം വളരെ കഠിനമായിട്ടുള്ള നവഫാസിസം കൊണ്ട് നേരിടാൻ ശ്രമിച്ചത്. തീവ്രവാദത്തിന്റെയും മതവർഗീയതയുടെയും ഒക്കെ രൂപങ്ങളെ ആവിഷ്കരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങളെ, ഞാനീ പറഞ്ഞ ഏറ്റവും രാഷ്ട്രീയത്തിന്റെ പഴയ അടിസ്ഥാനങ്ങളെ മുഴുവനും മാറ്റി നിർവചിക്കുന്ന പുതിയ രാഷ്ട്രീയത്തിന്റെ വരവിനെ നേരിട്ടത് എന്നുള്ളതാണ്. അത്തരത്തിൽ ലോകം
മാറ്റിയെടുക്കുന്നില്ല. അത് അതിൻ്റെ ഒരു ഫലമായിട്ടാണ് നരേന്ദ്രമോദി ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നത് തന്നെ അങ്ങനെയാണ്. ഒരു മതദേശീയത, അക്രമണോത്സുകമായ ഒരു മതദേശീയതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വോട്ട് നേടി വിജയിക്കാൻ കഴിയുക എന്നത്, അത് സ്വേച്ഛാധിപത്യപരമായി തന്നെ ഭരിക്കാൻ കഴിയുക എന്നത്. നോട്ട് നിരോധനത്തിന്റെയും അതുപോലെ എല്ലാ കാര്യങ്ങളിലും നമുക്കറിയാം, ഒരു സ്വേച്ഛാധിപതി ചെയ്യുന്ന അതേ രീതി തന്നെയാണ് നരേന്ദ്രമോദി ചെയ്തിട്ടുള്ളത്. അതിനകത്തൊട്ടും ഏതൊരു ജനാധിപത്യത്തിന്റെയും സ്വഭാവം കാണിക്കുന്നില്ല. അങ്ങനെ ഒരു രീതിയിലേക്ക് അതാണ് എല്ലാ സമരങ്ങളുടെയും കീഴാള ജനതയുടെയും നിലനിൽപ്പിനെ പറ്റിയൊക്കെ വളരെ പുച്ഛമാണ് അവർക്കുള്ളത്. ഈ കർഷക ജനതയെ കുറിച്ച് തന്നെ എത്ര വില കുറച്ചായിരിക്കും അവർ കണ്ടതെന്ന് ആലോചിക്കണം. അംബാനി ഈ രാജ്യത്തെ ഭക്ഷണ വ്യവസായത്തിന്റെ മുഴുവൻ കുത്തക ഏറ്റെടുക്കാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് ഗോഡൌണുകളെക്കാളും വലിയ, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗോഡൌണുകളെക്കാളും വലിയ ഗോഡൌണുകൾ പണിയിച്ചു തുടങ്ങി. അതായത് പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ നമ്മുടെ നാട്ടിലെ ഈ അടിസ്ഥാന സ്വഭാവത്തിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടി, അതിൻ്റെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ രാഷ്ട്രീയമായ ബദൽ സംസ്കാരത്തിന്റെ ശക്തികളെ മുഴുവൻ അവഗണിക്കുന്നല്ല എന്ന് പറയേണ്ടത്. വാസ്തവത്തിൽ അത് അവർക്ക് അറിയില്ല, അങ്ങനെ ഒരു സംഗതി ഉണ്ടെന്ന് അറിയില്ല. ആ ചെറുത്തുനിൽപ്പിന്റെ ശക്തികളാണ് യഥാർത്ഥമായിട്ടുള്ള അധികാര രൂപം. അധികാരം എന്ന് പറഞ്ഞാൽ അത് ഭരണകൂടാധികാരത്തെ തന്നെ നിലനിൽപ്പിന് കാരണമാക്കി തീർക്കുന്ന അധികാര രൂപം എന്ന യാഥാർത്ഥ്യം അവർക്ക് അറിയുകയും അത്തരം മിഥ്യകളിലാണ് അവർ പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ ഇതിനെതിരായിട്ടും ആഗോളതലത്തിൽ നടന്ന ഈ വർഗീയ ശക്തികളെയൊക്കെ പലതരത്തിൽ നമുക്കറിയാം. മിഡിൽ ഈസ്റ്റിലൊക്കെ അവർ ചെയ്തത് എന്താണെന്ന് നമുക്കറിയാം. പല രൂപത്തിൽ ഈ തരം ശക്തികളെ വളർത്തിയെടുക്കുന്നതിന് ആഗോളതലത്തിൽ തന്നെ അവർ നടത്തിയ ശ്രമങ്ങൾ, കോർപ്പറേറ്റ് ശക്തികൾ, അതുപോലെ തന്നെ ആഗോള മൂലധനത്തിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ വളരെ വ്യക്തമാണ്. ഇത്തരം കാര്യങ്ങളെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്നുള്ളത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച അത്തരം രാഷ്ട്രീയ രംഗത്തെ പരിവർത്തനങ്ങളുടെ ശക്തി ഒരു ഘട്ടത്തിൽ അവസാനിച്ചു പോകുന്നതല്ല. അത് മുന്നോട്ട് തന്നെ തുടരും. അത് വേറെ രൂപങ്ങളിൽ തുടരും. കാരണം അത് മനുഷ്യരുടെ ശക്തിയാണ്, മനുഷ്യരുടെ സമൂഹത്തിന്റെ സർഗശക്തിയാണ്. ആ ശക്തി തുടരുക തന്നെ ചെയ്യും. മുതലാളിത്തത്തിന് സർഗശക്തിയില്ല, ഫാസിസ്റ്റിന് സർഗശക്തിയില്ല. കാരണം ലോകത്തെ നിർമ്മിക്കുന്നതിന്റെ ശക്തികളാണ് ജനങ്ങളുടെ ശക്തി എന്ന് പറഞ്ഞത്. ഞാൻ സർഗശക്തി എന്ന് പറയുന്ന ഒരു സാഹിത്യത്തിൽ പ്രയോഗിക്കേണ്ട വാക്ക് മാത്രമല്ല, അത് ലോകത്തെ നിർമ്മിക്കുന്ന ശക്തി, അത് ജനങ്ങളുടെ ശക്തിയാണ്. ആ ശക്തിയെ അങ്ങനെ തടയാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമുക്കറിയാം, ഇപ്പോ അമേരിക്കയിൽ തന്നെ ബ്ലാക്ക് ലൈവ്സ് മാറ്റർ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അതിനുശേഷം രൂപപ്പെട്ട് വരുന്നതാണ്, വളരെ ശക്തിയായിട്ട് വരുന്നതാണ്. ഇപ്പോ അവിടെ വെള്ളക്കാർ കറുത്തവർക്കെതിരായിട്ട് നടത്തുന്ന അടിച്ചമർത്തലിന്റെ സ്വഭാവങ്ങൾ നമ്മൾ അടുത്ത കാലത്ത് തന്നെ കണ്ടതാണ്. അതിനെതിരായിട്ട് ലോകം മുഴുവൻ അതിൽ പ്രതിഷേധിക്കുകയുണ്ടായി. ഒരു കറുത്ത മനുഷ്യനെ ചവിട്ടിക്കൊന്ന ആ സംഭവത്തിന്റെ ഇതുപോലത്തെ ചെറിയ സംഭവങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. ലോകം മുഴുവൻ ഒരു പുതിയ ഉണർവാണ് ഉണ്ടായത്. കറുത്തവർക്കെതിരെ വെളുത്തവർ നടത്തുന്ന, അതിൽ ഒരു കറുപ്പ് വെളുപ്പ് എന്ന് പറയുന്ന ഒരു കളറല്ല, കളറിന്റെ പ്രശ്നമല്ല ഉള്ളത്. അതിലുള്ളത് ഒരു രാഷ്ട്രീയമാണ്. ഭരണകൂട രാഷ്ട്രീയവും ജനങ്ങളുടെ രാഷ്ട്രീയവും തമ്മിലുള്ള ഒരു സംഘർഷത്തിന്റെ പ്രശ്നമാണ് അതിലുള്ളത്. അതുപോലെ അടുത്ത കാലത്ത് ഹംഗറിയിൽ നടന്ന വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം, ഈ വിധത്തിൽ പല പ്രക്ഷോഭങ്ങളും പുതിയ രൂപത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഞാനിതൊരു കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതി മുതൽക്കുള്ള പുതിയ രാഷ്ട്രീയത്തിന്റെ ഒരു ജിനിയോളജിയാണ് ഞാൻ ഇവിടെ വിവരിക്കാൻ ശ്രമിച്ചത്.
എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ട രണ്ട് രൂപങ്ങൾക്കെതിരായി വെസ്റ്റേൺ ലിബറൽ ഡെമോക്രസിയുടെയും സോവിയറ്റ് സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിന്റെയും പരാജയത്തിന്റെ മധ്യത്തിലൂടെ ഉയർന്നു വന്ന പുതിയ രാഷ്ട്രീയത്തിന്റെ ഒരു വികാസധാരയെക്കുറിച്ചാണ് ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. അതാണ് ഇപ്പോൾ അതിന്റെ ഇങ്ങേ തലയിലാണ്. ഇപ്പൊ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഹംഗറിയിൽ അത് നടന്നതെങ്കിൽ, അമേരിക്കയിൽ പ്രക്ഷോഭം ഉയർന്നതെങ്കിൽ, ഇതൊക്കെ ഈ സ്വഭാവത്തോടു കൂടിയായിട്ടുള്ളതാണ്. നേരത്തെ ഞാൻ വിശദീകരിച്ച പല തരത്തിലുള്ള റെപ്രസെന്റേഷനെ വലിച്ചെറിയുന്ന ജനങ്ങൾ, അതാണ് ഹെയറാർക്കിയെ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പോഷക സംഘടനകളായി നിന്നുകൊണ്ടുള്ള അത്തരത്തിൽ ഉച്ചനീചത്വങ്ങളെ വലിച്ചെറിയുന്ന ജനങ്ങൾ. ഈ രീതിയിലെല്ലാം പുതിയ രാഷ്ട്രീയം ലീഡർലെസ് സ്ട്രഗിൾസ് എന്ന് പറയുന്നതുകൊണ്ട് ലീഡർ ഇല്ലാതാവുമെന്നല്ല എൻ്റെ അർത്ഥം. കാരണം ഇതിനെല്ലാം പുതിയ അതുപോലെ സംഘടനാ രൂപങ്ങളും സ്ഥാപനങ്ങളും ഇല്ലാതാവുക എന്നല്ല അർത്ഥം. ഇതെല്ലാം പുതിയതായിട്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ലിബറൽ ഡെമോക്രസി തന്നെ അതിന്റെ സ്ഥാപനങ്ങളും നേതൃരൂപങ്ങളും സംഘടനാ സ്വഭാവങ്ങളും എല്ലാം രൂപപ്പെടാൻ നൂറ്റാണ്ടുകളിലൂടെയാണ് രൂപപ്പെട്ടത്. അതുപോലെ വളരെ കാലം എടുത്തു എന്ന് വരാം ഇതൊക്കെ പക്ഷെ പുതിയൊരു ലോകത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടിയാണ്. പഴയ പോലെ അധികാരം പിടിച്ചെടുത്ത് പഴയ പോലെ ഭരിക്കാൻ വേണ്ടിയിട്ടല്ല ജനങ്ങൾ ശ്രമിക്കുന്നത്, പുതിയൊരു ലോകം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിൽ മാറി വന്ന പുതിയ രാഷ്ട്രീയത്തിന്റെ ഒരു സ്വഭാവം നമുക്ക് നിശ്ചയമായിട്ടും ഇന്ന് നടക്കുന്ന കർഷക സമരത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയും. അതല്ലാതെ അതിന്റെ പിന്നിൽ വേറെയുള്ള ഈ കോർപ്പറേറ്റുകൾക്കെതിരായി നടക്കുന്ന ഈ സമരത്തെ നമുക്ക് പഴയ നേരത്തെ പറഞ്ഞ രണ്ടു തരം രാഷ്ട്രീയ രൂപങ്ങളിലേക്കും സങ്കുചിപ്പിക്കാൻ നമുക്ക് കഴിയുകയില്ല എന്നുള്ളതാണ്. അത് ഏറ്റവും ചുരുക്കി ഈ മാറ്റത്തെക്കുറിച്ച് പറഞ്ഞാൽ അതൊരർത്ഥത്തിൽ ഈ പവറിന്റെ ഇമ്മനൻസിലേക്ക്, ഭരണകൂടത്തിൽ എപ്പോഴും അധികാരം അതീതമാണ്, സോവറിറ്റി അതീതമായൊരു ശക്തിയായിട്ടാണ് അധികാരം നിലനിൽക്കുന്നത്. അത് ജനങ്ങളെ ഭരിക്കാനുള്ള അധികാരമാണ്, ജനങ്ങളുടെ ശക്തിയല്ല. അപ്പോ അത്തരം അധികാരമല്ല, ജനങ്ങൾ തന്നെ അവരുടെ അധികാരം ആവിഷ്കരിക്കുന്ന അതാണ്. അതിനെയാണ് ഒരു ഇമ്മനൻസ് ഓഫ് പവർ എന്ന് പറയുന്നത്. അതിലേക്ക് വരിക അങ്ങനെ ഒരു മാറ്റമാണ്. എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത്, ഈ മാറ്റം യഥാർത്ഥത്തിൽ മാർക്സിന് അത് വിഭാവന ചെയ്തതാണ്. ഈ അധികാരത്തിന്റെ വ്യത്യസ്തതയെ കുറിച്ചുള്ള സങ്കല്പം. അതുപോലെ ഗാന്ധിക്ക് അങ്ങനെ ഒരു ഭാവന ഉണ്ടായിരുന്നു. ഗാന്ധി അതുകൊണ്ടാണല്ലോ അനാർക്കിസ്റ്റുകൾ എന്ന് പറഞ്ഞത്. ഒരിക്കലും സ്റ്റേറ്റിന്റെ കൂടെ ഗാന്ധി നിന്നിട്ടില്ല, സ്റ്റേറ്റിന് വേണ്ടി വാദിച്ചിട്ടില്ല. സ്വാതന്ത്ര്യ സമരകാലത്ത്, സ്വാതന്ത്ര്യ ലബ്ധിയുടെ കാലത്ത് മൗണ്ട് ബാറ്റനുമായി നടന്ന ഒരു സംഭാഷണത്തിൽ ഗാന്ധി പറയുന്നുണ്ട്, നിങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ഗാന്ധി ചോദിക്കുന്നു. ഇന്ത്യയുടെ മേൽ നിങ്ങൾ ഒരു വലിയ ഭരണയന്ത്രം കൊണ്ടുവച്ചിട്ടുണ്ട്, അത് നിങ്ങൾ എവിടുന്ന് പോകുന്നത് കൊണ്ട് ആ യന്ത്രം ഇല്ലാതാവുന്നില്ല. ഈ ജനങ്ങളുടെ മേലിൽ നിങ്ങൾ അത് കൊണ്ടുവന്ന് വെച്ചതാണ്, അത് എടുത്തുകൊണ്ട് പോകണം, അതില്ലാതാവണം. അതില്ലാതായി ജനങ്ങളുടെ ഭരണം വരണം, അപ്പോഴാണ് സ്വാതന്ത്ര്യം ഉണ്ടാവുക എന്ന് പറയുന്നത്. ഈ വിധത്തിൽ നമ്മളിപ്പോൾ കാണുന്നത് ഒരു നവലോക സൃഷ്ടിയുടെ രാഷ്ട്രീയം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ്. അത് നിശ്ചയമായിട്ടും ആഗോള മുതലാളിത്തത്തിനും അതിൻ്റെ ഇന്ത്യൻ സാമന്തന്മാർക്കും പ്രാദേശിക സാമന്തന്മാർക്കും അത് താങ്ങാൻ പറ്റുന്നതല്ല. ഏതു വിധത്തിലും അതിനെ ചേർക്കും എന്ന് പറയുന്നത് കൊണ്ട് ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ട് ഇത് അടിയന്തരമായിട്ട് നമ്മുടെ കർഷക സമരം പുതിയൊരു ലോകം സൃഷ്ടിക്കാൻ പോകുന്നു എന്നല്ല. ചമ്പാരൻ സമരം തുടങ്ങി പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് സ്വാതന്ത്ര്യ സമരമായിട്ടത് അതിന്റെ ഫലപ്രാപ്തിയിൽ എത്തുന്നത് എന്നാലോചിക്കണം. കാരണം അതിലെ ആ രാഷ്ട്രീയം അതിന്റെ രൂപങ്ങളിൽ ആർജിക്കാൻ, അതിന്റെ ശക്തി പ്രകാശിപ്പിക്കുന്നതിനുള്ള മാധ്യമങ്ങൾ കണ്ടെത്താൻ ഒക്കെ സമയമെടുക്കും. അപ്പോൾ അത് നമ്മൾ കാണേണ്ടതാണ്.
ഇത്തരം സമരങ്ങളിലും അത്തരം മാറ്റമുണ്ട്. ഇതിൽ പുതിയ ലോകത്തിന്റെ പ്രതീക്ഷയും അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇന്ന് നടന്ന തുടക്കത്തിൽ നമ്മൾ സംസാരിച്ചതുപോലെ ഇത്തരം സമരങ്ങളുടെ അർത്ഥം ഭരണവർഗങ്ങൾക്ക് പിടികിട്ടുന്നില്ല. ഇത്തരം സമരങ്ങളെ എങ്ങനെ ഓടിക്കണം, എങ്ങനെ ഇല്ലാതാക്കണം എന്നവർക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇതിന്റെ ഭാഷ ഭരണവർഗങ്ങൾക്ക് തിരിയുന്നതല്ല. അതുകൊണ്ടാണ് അവർ പരിഭ്രാന്തരാകുന്നത്. അതാണ് നമ്മളിപ്പോൾ ഡൽഹിയിൽ കാണുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിവരണം അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം. ഒരുപാട് ചിന്ത ഇതിലേക്ക് വാതിലുകൾ ഇങ്ങനെ തുറന്ന് പക്ഷേ എനിക്ക് ചില സംശയങ്ങൾ തോന്നുന്ന ഈ ക്യാപിറ്റലിസത്തിന്റെ സാധനത്തില് സ്യൂഡോ ആയിട്ട് അവർക്ക് എന്താ റിസോഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഉപയോഗിക്കാനും കഴിയുന്ന ഒരു സ്യൂഡോ അവസ്ഥ, അതായത് പണം എന്ന് പറയുന്ന സ്യൂഡോ ഇതിന്റെ അത് ഉപയോഗിച്ചിട്ട് അത് കൈകാര്യം ചെയ്യുന്നത്. അതായത് ഒരു പണം എന്ന് പറയുന്ന ഒരു ചിഹ്നമാണ്. ആ ചിഹ്ന വ്യവഹാരങ്ങളിലൂടെയാണ് അവരത് എന്താ ഈ ഇത്തരത്തിലുള്ളൊരു കമ്മ്യൂണിറ്റിന്റെ നിലനിർത്തുകയും അല്ലെങ്കിൽ അതിനെ വ്യവഹരിക്കുകയും അതിനെ മാനിപ്പുലേറ്റ് ചെയ്യും. അത് ഒരു അധികാര രൂപമായിട്ട് നമ്മുടെ പ്രയോഗിക്കില്ല. വാസ്തവത്തിൽ അംബാനിയുടെ കയ്യിലുള്ളത് അംബാനിയുടെ പണമല്ല, അംബാനി ഉണ്ടാക്കിയ അംബാനിയുടെ റിസോഴ്സ് അല്ല. ഇത് ഒരു ചിഹ്ന വ്യവഹാരത്തിലൂടെ അവര് സ്വരൂപിച്ചെടുത്ത ഒരു പ്രത്യേക രീതിയിൽ പ്രൊക്യൂർ ചെയ്ത സാധനമാണ്. അതിന് ആ ചിഹ്ന അത് തന്നെയാണ് അദാനിയുടെ കയ്യിലുണ്ടാവുക, അല്ലെങ്കിൽ വേറെ ഏത് ക്യാപിറ്റലിസ്റ്റിന്റെ കയ്യിലുണ്ടാവുന്നത്. ഇത് തന്നെയാണ് കഴിഞ്ഞ ഒരു ഇതിനകത്ത് ഒരു വീഡിയോ കണ്ടിരുന്ന സ്വർണ്ണം കുഴിച്ചെടുക്കുന്ന ആഫ്രിക്കയിലെ ഒരു രാജ്യത്തിന്റെ കറൻസി അമേരിക്കൻ ഡോളറിന്റെ വളരെ ചെറിയൊരു ഇതിന്റെ മാത്രമേ എക്സ്ചേഞ്ച് വാല്യൂ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അവിടെയുള്ള ഒരാളെ ചോദിക്കുന്ന ചോദ്യമുണ്ട്. അതായത് സ്വർണ്ണം കുഴിച്ചിരിക്കുന്ന നിങ്ങളുടെ കറൻസിയെ നിങ്ങളുടെ സ്വർണത്തിന്റെ മൂല്യത്തിന്റെ ഉപയോഗിച്ചിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ വരുന്നത്? ഈ തരത്തിലുള്ള ചിഹ്ന വ്യവഹാരത്തിന് നമുക്ക് എങ്ങനെ അതുകൂടെ ഇതിന്റെ കൂടെ പ്രതിരോധിക്കാനും കഴിഞ്ഞില്ലെങ്കിൽ, അതായത് ജനങ്ങളുടെ ഈ പറയുന്ന ഭൗതികമായ ഒരു ഇതിനെ കുറിച്ച് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് റെസിസ്റ്റൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിനെ എപ്പോഴും അടിച്ചമർത്തുകയോ ഇത് ചെയ്യുകയോ ചെയ്യാൻ സാധിക്കുന്നത് ഈ തരത്തിലുള്ള ഒരു തരത്തിലൂടെ അല്ലേ എന്നൊരു സംശയമുണ്ട് എനിക്ക് തോന്നുന്നത്. കാരണം അത് വളരെ വിജയകരമായി എല്ലാ കാലത്തും, അതായത് എന്ത് കച്ചവടം എന്നുള്ള സാധനം തുടങ്ങിയോ അന്ന് മുതൽ കച്ചവടം എന്നുള്ള ഒരു സിംപ്ലിക് റെപ്രസെന്റേഷനിലൂടെ ഈ റിസോഴ്സിനെ വാല്യൂ ചെയ്യാനും അല്ലെങ്കിൽ വാല്യൂഷൻ ചെയ്യാനും പറ്റുന്നത് പറയുന്ന കാലം മുതൽ തന്നെ ഇത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അത് മൂർധന്യത്തിലാണെന്ന് വേണം മനസ്സിലാക്കാനായിട്ട് പറയണം. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ തരത്തിലുള്ള പ്രതിരോധം എത്രത്തോളം അത്തരത്തിലുള്ള അതിനെ പ്രതിരോധിക്കാനായിട്ട് ഈ പറയുന്ന ചിഹ്ന വ്യവഹാരപരമായ സാധ്യതയെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. പിന്നെയും നമ്മൾ മേലിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഇതേ തരത്തിലുള്ള വ്യവഹാരത്തിന്റെ പുറത്തല്ലേ നമ്മൾ ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്ക് വരുന്ന വേറൊരു സംശയം. എനിക്കൊന്നും ബാക്കി ആളുകൾക്ക് രാഷ്ട്രീയ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടാതെ കഴിഞ്ഞതിനെ കുറിച്ച് കുറെ സംശയങ്ങൾ ചോദിച്ചിട്ട് മാറ്റി കണ്ടു എന്ന് എനിക്കറിയില്ല. എന്റെ അത് നഷ്ടപ്പെട്ടു പോയി. കാരണം അത് എനിക്ക് ബ്രേക്കായതോടുകൂടിയിട്ട് നഷ്ടപ്പെട്ടു പോയി. ഒരാൾ കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി പറയാം. രാജഗോപാൽ